ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ഫ്രെയിം ഉണ്ടാക്കണം കേട്ടോ. ഈ ഫ്രെയിം എനിക്ക് ആദ്യം ഗിഫ്റ്റായിട്ട് കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതിലത്തെ ഫോട്ടോ എനിക്ക് പറ്റാത്ത കാരണം ഞാൻ അതിലത്തെ ഫോട്ടോ മാറ്റിയിട്ട് വേറെ ഫോട്ടോ വെക്കുക എഴുതിയിട്ട് അതിലുള്ള ഫോട്ടോ എന്താ വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ ഔട്ട്ഡോറിൽ ഫോട്ടോഷൂട്ട് ഉണ്ടാവുമല്ലോ, അതിലത്തെ ഒരു ഫോട്ടോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് എന്തോ മാതിരിട്ടിൻ്റെ മുഖം എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഞാൻ അതിലത്തെ ഫോട്ടോ മാറ്റിയിട്ട് ഞങ്ങൾ ഇപ്പോൾ എടുത്തെടുത്ത ഫോട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഏതായാലും പ്രിൻ്റൊക്കെ എടുപ്പിച്ച് കൊടുന്ന് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ കരുതി. അപ്പോൾ എന്തായാലും ഈ ഫ്രെയിമൊന്നും ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്ക് ഇങ്ങനെ പഠിച്ചും ചെയ്യാലെന്നൊക്കെ കരുതിയിട്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം ഞാൻ ഒരുവിധമുള്ളതൊക്കെ ഞാൻ തന്നെ അങ്ങനെ ഓരോന്ന് ഒപ്പിച്ചലാണ് കേട്ടോ. അപ്പോൾ ഫ്രെയിം ഇപ്പോൾ അതേമാതിരി തന്നെ ഞാൻ സ്റ്റിക്കറൊക്കെ ആദ്യം ഊരിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഫോട്ടോ എടുക്കാൻ. ഈ സ്റ്റിക്കർ എന്തിനാ ഇങ്ങനെ ഈ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ചില പൊടികളൊന്നും കയറാതിരിക്കാൻ കേട്ടോ. മറ്റേ നമ്മൾ ഫോട്ടോ ഒക്കെ ആകെ വൃത്തികേടാവില്ല. പിന്നെ എന്തായാലും സ്റ്റിക്കറൊക്കെ പറിച്ചെടുത്തിക്കണം. പിന്നെ ഞാനിങ്ങനെ ഫ്രെയിമിൻ്റെ മേലെ നമ്മൾ പ്രിൻ്റ് എടുത്ത ഫോട്ടോ വെച്ചിരുന്നിട്ട് ഞാൻ A4 സൈസിലായിരുന്നു ഓരോട് പ്രിൻ്റ് എടുക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇത്തിരി ഫോട്ടോ ഇങ്ങനെ ആ ഫ്രെയിമിക്ക് വലിപ്പം കൂടുതലായി തോന്നിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ വക്കും തല്ലൊക്കെ ഞാൻ ഇതേമാതിരി ഇങ്ങനെ കത്രികയായിട്ട് വെട്ടി ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴാട്ടേക്ക് ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. പുറത്തേക്ക് കിടക്കുന്ന ഫോട്ടോ കണ്ട അത് ഞങ്ങൾ നൂറിലേക്കൊന്ന് ഔട്ട്ഡോറിലെ ഫോട്ടോഷൂട്ടിലെടുത്ത ഫോട്ടോയാണ്. പക്ഷെ ഫോട്ടോ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോ കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുള്ള പേപ്പറിലൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് അതിൽ എൻ്റെ മുഖം ഇഷ്ടമല്ല, എന്തോ മാതിരി എനിക്ക് ഇഷ്ടമാവാത്തൊരു ഫോട്ടോ ചെയ്യുന്നത്. സംഭവം രസമുണ്ട്, പക്ഷെ അന്നത്തെ കോലം അങ്ങനെ ആയതുകൊണ്ടാവും എനിക്കെന്താ കേട്ടോ ഈ ഫോട്ടോ വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഏതായാലും ഇപ്പോഴത്തെ ഫോട്ടോ ഇങ്ങനെ വെക്കാമെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഞാൻ ഇതാക്കിയിട്ട് എന്നിട്ട് എത്ര മുറിച്ച് ഇതാക്കിയിട്ടും ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ അളവ് കറക്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്തൊക്കെ കരുതി വെച്ചാൽ ഓല് തന്ന ആ ഫോട്ടോൻ്റെ അളവിൽ തന്നെ ഈ ഫോട്ടോ വെച്ചിട്ട് വെട്ടിയെടുത്തിട്ട് അപ്പോൾ പിന്നെ പരിപാടി വേഗം ഉണ്ടല്ലോ. അങ്ങനെ എന്തായാലും അതിൻ്റെ ഉള്ളിൽ പാകത്തിലുള്ളതായിട്ടോ. പിന്നെ ഒരു സീലെടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ചെടുക്കും. അതിൻ്റെ ഉള്ളിൽ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ ഒക്കെ ഒന്നും കുഴപ്പമൊന്നും വരാതിരിക്കാനായിട്ട് അങ്ങനെ ചെയ്യണത്, പൊടി ഇതൊന്നും കയറാതിരിക്കാൻ. അപ്പോൾ അങ്ങനെ പൊടിയൊക്കെ തുടച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഫോട്ടോ ഒക്കെ വെച്ചെടുത്തിട്ട് അതിന് ശേഷം പിന്നെ അങ്ങനെ വേറൊരു പേപ്പർ കൂടി വെച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കേട്ടോ പിന്നെ ഞാൻ ഈ ബോർഡ് വെച്ചെടുത്തത്. എന്നിട്ട് പിന്നെ നമ്മൾ ഈ സൈഡിലുണ്ടാവും ചെറിയ ചെറിയ കമ്പികളിട്ടാ ആ കമ്പികളൊക്കെ നല്ല അമർത്തി കൊടുക്കട്ടെ. അത് അമർത്തുന്നതെന്ന് വെച്ചാൽ ഈ ഫോട്ടോസുകളൊന്ന് പുറത്തിങ്ങനെ നമ്മൾ തൂക്കുമ്പോഴൊക്കെ അങ്ങനെ പുറത്ത് വരാതെ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പൊടി കയറാതിരിക്കാൻ അങ്ങനെയൊക്കെ ഒരു ഉറപ്പിന് കേട്ടോ. അത് അമർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെച്ച ഫോട്ടോസൊക്കെ ഉണ്ട് പുറത്തേക്കാണ് കൊയിലോടിട്ട് നമ്മൾ നിർത്തുമ്പോഴൊക്കെ. അങ്ങനെ എന്തായാലും ഞാൻ ആ കമ്പികളൊക്കെ നല്ല അമർത്തി കൊടുക്കും കേട്ടോ. എന്തായാലും ഈ ഫോട്ടോൻ്റെ ഫ്രെയിം ഭയങ്കര ക്വാളിറ്റി ഉള്ള സംഭവം കേട്ടോ. ഈ ഫോട്ടോ അങ്ങനെ തന്നെ കേട്ടോ, അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ഫോട്ടോ ആയിരുന്നു. ഇത് എനിക്ക് കല്യാണത്തിന് ആൽബം ചെയ്യിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റായിട്ട് തന്നിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ആ ഫോട്ടോയിൽ എൻ്റെ മുഖം എന്തോ മതി കേട്ടോ. അത് കാരണം കേട്ടോ ഞാൻ ആ മാറ്റുന്നത്. ഫോട്ടോ ഒക്കെ നല്ല അടിപൊളി ഫോട്ടോ തന്നെയാണ്. പിന്നെ ഞാനിപ്പോഴത്തെ എടുത്ത ഫോട്ടോ കേട്ടോ ഇപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ കരിവാരം കൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ പോയപ്പോൾ, അതായത് കേരളക്കൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് എടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എടുത്തതിൽ ഏറ്റവും നന്നായ ഫോട്ടോ അതായിരുന്നു. എനിക്ക് ആ ഫോട്ടോ എന്താ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ കാരണമായിട്ട് ഞാൻ ആ ഫോട്ടോ തന്നെ പ്രിൻ്റ് എടുപ്പിച്ചിട്ട് അങ്ങനെ വെച്ചത്. പ്രിൻ്റ് എടുത്ത് എവിടെ നിന്ന് വെച്ചാൽ അവിടെ നിന്ന് തിരൂരില്ല കേട്ടോ. പിന്നെ ഒരുവിധമുള്ളതൊക്കെ അങ്ങനെ നമ്മൾ സ്വയം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്ത് നോക്കിയിരിക്കുക കേട്ടോ. അങ്ങനെ പുറത്തുനിന്നൊക്കെ ചെയ്യിച്ചുമ്പോൾ അത്യാവശ്യം നല്ല പൈസ വരില്ല. ഇത് നമുക്ക് തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമായിക്കാരം, ഒരു നേരം പോക്കുമാണ്. പിന്നെ നമ്മൾ ചെയ്ത് പറഞ്ഞിട്ടുള്ളൊരു അഭിമാനം ഉണ്ടാവില്ല. അങ്ങനെ എന്തായാലും ഞാൻ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റിക്കർ ഇങ്ങനെ നല്ല അമർത്തി ഒട്ടിച്ചെടുത്താൽ ഇങ്ങനെ പൊടിയൊന്നും കയറില്ല. അപ്പോൾ പിന്നെ കുറേ കാലം നമ്മൾ ഫ്രെയിമിനൊരു കേടും ഇല്ലാതെ നല്ല വൃത്തിക്ക് അവിടെ നിന്നോളൂ കേട്ടോ. ഇത് നമ്മൾ ഈ സ്റ്റിക്കറൊന്നും ഒട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ വേഗം പൊടിയൊക്കെ കയറിയിട്ട് ആകെ വൃത്തികേടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ 2 ഫോട്ടോ ഒക്കെ ആയിട്ടാ സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കണതും. അതിനൊരു കുറവ് കാണാൻ എഴുതിയിട്ടാട്ടോ അങ്ങനെയൊക്കെ കാട്ടുന്നത്. ഒരു മുൻകൂട്ടിയിട്ട് എല്ലാതൊന്ന് അത്യാവശ്യം കട്ടിക്കൊക്കെ ചെയ്താൽ ഒരു വൃത്തി നിന്നോളെ എന്നൊക്കെ കരുതിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ഫ്രെയിം സെറ്റ് ആയിക്കോളും കേട്ടോ. അപ്പം ഇനി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. ഈ ഫ്രെയിം ഉണ്ടാക്കാൻ അത്ര പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.